ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഞാൻ ഇവിടെ കുഴപ്പമില്ലാണ്ടിരിക്കണേ, എപ്പോഴും പറയണ പോലെ സുഖമായിട്ടിരിക്കണമെന്നൊന്നും പറയണില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ രാവിലെ നമ്മൾക്ക് ഇന്നലെ ഫൊണ്ണുബാബിക്ക് കുറച്ച് വയ്യായും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണ ഒരു കുട്ടി മിനി വ്ളോഗ് കേട്ടോ കാട്ടിത്തരാൻ പോണേ. പൊണ്ണുബാബിക്കാണെങ്കിൽ ഇന്നലെ രാവിലെ തൊട്ടിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. വയ്യാണ്ടായിരുന്നു ആൾക്ക് ഇരിക്കണ്ടായിരുന്ന. ഫുഡ് കഴിക്കണതൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒന്നില്ലെങ്കിൽ വോമിറ്റ് ചെയ്ത് പോവും, അല്ലെങ്കിൽ ഫുൾ ലൂസ് മോഷനായിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ രാത്രിയാണെങ്കിലും ഫുൾ ഫുഡ് കഴിക്കണതൊക്കെ അങ്ങനെ പോയിരുന്നു. പിന്നെ രാത്രിയായപ്പോൾ പുലർച്ചെ എണീച്ച് കുറേ ഛർദ്ദിച്ചു, ലൂസ് മോഷൻ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് എന്തെങ്കിലും ഇങ്ങനെ സ്പ്രെഡ് ആയതായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ളതായിരിക്കും. എന്നിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നു. അങ്ങനെ ഫൊണ്ണുബാബിക്ക് മരുന്നും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചു കേട്ടോ. ബട്ട് ഫൊണ്ണുബാബിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വയ്യെങ്കിലും ആളവിടെ തുള്ളിച്ചാടി അവിടെ കളിച്ച് ഹാപ്പി ആയിട്ട് നടക്കും കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഫൊണ്ണുവിനെ കാണുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി മെലിഞ്ഞു, എന്നിട്ട് നല്ല നീളം വെച്ചു കേട്ടോ, നല്ല ഹൈറ്റ് വെച്ചു. ഇപ്പോൾ ഒരു 3 വയസ്സുള്ള കുട്ടിയുടെയൊക്കെ പോലെ കേട്ടോ. ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ ചെക്കൻ്റെ പോലെ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഫൊണ്ണുബാബി ആണെങ്കിൽ അവിടെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇതേ അവിടെ ഓടിച്ചാടി തുള്ളി നടക്കായിരുന്നു. പിന്നെ അച്ചാച്ചൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം ഞങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കാട്ടി കൊടുത്തു. അപ്പോൾ അച്ചാച്ചൻ്റെ അടുത്തേക്ക് ഓടിയൊക്കെ പോയിട്ടോ. പിന്നെ ഇത് നമുക്ക് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് ഏട്ടൻ്റെ വാലന്റൈൻസ് ഡേക്ക് നമുക്ക് ഗിഫ്റ്റായിട്ട് കേക്കും ഫ്ലവേഴ്സും അതുപോലെ തന്നെ ചോക്ലേറ്റ്സും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫൊണ്ണുബാബിക്കാണെങ്കിൽ എന്താ പറയുക, കേക്കും അതൊന്നും കഴിക്കാനും പറ്റില്ല. അതുമാത്രമല്ല അതൊക്കെ തട്ടി മാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫ്ലവറൊക്കെ കിട്ടിയ എക്സൈറ്റ്മെൻറ്റിൽ നമ്മളിത് ഇങ്ങോട്ട് വരായിരുന്നു കേട്ടോ. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫ്ലവറൊക്കെ കിട്ടുന്നൊന്നും. പിന്നെ എക്സ്പെക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ മുഖം എന്താ അങ്ങനെ ഇരിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വയ്യായ കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റും. പൊണ്ണുബാബിക്ക് വയ്യായും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. ഇപ്പോൾ അവന് കുറച്ചൊന്ന് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് കിടക്കാണ്. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് പേര് കുറച്ച് എൻക്വയറീസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയാണ്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നാണ് നാട്ടിൽ വന്നത്. അപ്പോൾ നമുക്കൊരു 12K സബ് പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കയറി ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഞാനിങ്ങനെ എന്താ പറയുക, ചില സമയത്ത് ഇങ്ങനെ ലോ ടൈമിൽ ഇങ്ങനെ ഇരിക്കണ സമയത്ത് എനിക്ക് ആകെയുള്ളൊരു ഹാപ്പിനെസ്സും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബാട്ടോ. യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് നല്ല രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളും എന്തുണ്ടെങ്കിലും അതിന് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടാവും, അതുപോലെ നെഗറ്റീവ്സും ഉണ്ടാവും. നെഗറ്റീവ്സ് നമ്മളത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, പോസിറ്റീവ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്നത്. ഇപ്പം അങ്ങനെ കേട്ടോ, പോസിറ്റിവിറ്റി മാത്രം നോക്കണേ. നമുക്ക് എന്തെങ്കിലും നെഗറ്റീവോ കാര്യങ്ങളോ എന്തെങ്കിലും ഇതാക്കുകയാണെങ്കിൽ അത് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചതാവേണ്ട, അതിനൊന്നും ജസ്റ്റ് ഒഴിവാക്കി വിടാം. അങ്ങനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഇട്ട് നോക്കി. പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിക്കാത്തതിനപ്പുറം നമുക്ക് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം. കുറേ പേര് പേഴ്സണലി എന്നെ അറിയണവരൊക്കെ എനിക്ക് നല്ല രീതിയിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, എൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം അവർ നമ്മൾ എത്രത്തോളം സ്നേഹിക്കണമെന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഇങ്ങനെ ചോദിക്കണമെങ്കിൽ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ വിചാരിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 33.5K ആണ് ഇപ്പോൾ വീഡിയോക്ക് ഇപ്പോൾ നമ്മളുടെ സബ്ബുള്ളത്. ഇപ്പം അച്ഛൻ വന്നതാട്ടോ. അച്ഛൻ ഹായ് കൊടുത്തേ. ഹായ്. അത് പൊണ്ണുബാബി അമ്മയോടെ കിടക്കാം കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 50K സബ്ബല്ല ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഫാമിലി കയറുകയാണെങ്കിൽ ഞാനൊരു ഗീവ് അവേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എനിക്ക് മറ്റേ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊരു ഗിവ് അവേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 50K ആവുമ്പോൾ ഞാൻ എന്തായാലും ഗിവ് അവേ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കറക്റ്റ് സമയം. അതിലൊരു കുട്ടി കമൻറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ചേച്ചി ഞങ്ങൾക്ക് ഗിവ് അവേ തരൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ചു ഇപ്പോഴാണ് കറക്റ്റ് സമയം, നമുക്ക് ഗിവ് അവേ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കണേ. ഭയങ്കര വലിയ ഗിഫ്റ്റ്സും കാര്യങ്ങളൊന്നുമല്ല, ഞാൻ മേക്കപ്പ് പ്രൊഡക്ട്സ് ആട്ടോ ഞാൻ ഗിഫ്റ്റായിട്ട് ഞാൻ തരാൻ ഉദ്ദേശിക്കണേ. ഞാൻ കൂടുതലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ല യൂസ് ചെയ്യണം, അല്ലാത്ത കാര്യങ്ങളൊന്നും എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഇതൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നു മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് ഞാൻ ഗീവ് അവേക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒട്ടും മേക്കപ്പ് യൂസ് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ വേണ്ടി ഹെൽപ്ഫുള്ളായ
കുറച്ച് സംഭവങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേക്ക് ഞാൻ ഗിഫ്റ്റ് തരുമെന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്ക് 50K ആണ്. അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം എന്തൊക്കെയാണ് അതിൽ ഗിവ് അവേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്നും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് കുട്ടി ഇൻട്രോ ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാനും പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ ലോങ് വീഡിയോസ് ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനൊരു ദിവസം ഫ്രീ ആകുമ്പോൾ, ഇപ്പോൾ തിക്കും തിരക്കും കാര്യങ്ങളൊക്കെയാണ്, ഫ്രീ ആകുമ്പോൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫും ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഹോം ടൂറും ഞാൻ കാട്ടിത്തരാം കേട്ടോ. പൊണ്ണുവിൻ്റെ വയ്യായും കാര്യങ്ങളും അതൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പം ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ അതെന്തായാലും ആ വീഡിയോസൊക്കെ ഞാൻ ഇടാം. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ്, സ്കിൻ കെയർ വീഡിയോ ആണോ അതോ DIY ലൈക്ക് ഫേസ് പാക്കിലൊക്കെ അങ്ങനത്തെ ബ്രൈറ്റനിങ് ഫേസ് പാക്കും, നിങ്ങൾ ആ റൈസും പിന്നെ എന്താ പറയുക കഞ്ഞിവെള്ളത്തിൻ്റെ ഇത് ചെയ്തിട്ടുള്ള ഒരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോട്ടെ. നല്ല റിസൾട്ട് അല്ലേ. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് തേച്ചിട്ട് എനിക്ക് നല്ല ഇതായിട്ട് തോന്നിട്ടോ. ഡെയിലി തേക്കാൻ പാടില്ല. ഞാൻ ആ വീഡിയോയിൽ ഞാൻ തെറ്റി പറഞ്ഞു. ഡെയിലി തേച്ചിക്കണമെങ്കിൽ തേക്കാൻ, ഡെയിലി ഭയങ്കര ഓയിലി സ്കിന്നായിരിക്കും വേണമെങ്കിൽ ഡെയിലി തേക്കാം, കാരണം അത് ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ തേക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഡെയിലി ഒന്നും തേക്കുന്നതിക്ക് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ. പിന്നെ ഹെയർ കെയർ വീഡിയോ ആണോ നിങ്ങൾക്ക് ഇഷ്ടം, പിന്നെ നിങ്ങൾക്ക് ഷോപ്പിംഗ് വീഡിയോസ് ആണോ ഇഷ്ടം, അതോ എന്താ പറയുക ട്രാവലിംഗ് ആണോ, ഫുഡ് വീഡിയോസ് ആണോ, കുക്കിംഗ് ആണോ, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. കാരണം നമ്മളിപ്പോൾ ഒരു ഫാമിലി പോലെ ഈ 33K ഫാമിലി പറയാൻ നിസ്സാര കാര്യമല്ലല്ലോ. മീൻസ് എനിക്കത് നിസ്സാര കാര്യമല്ല കേട്ടോ. 33 ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ കിട്ടിയേക്കണം നമ്മൾ യൂട്യൂബിൽ നിന്ന്. അപ്പോൾ പിന്നെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇവിടെ ലിങ്ക് എന്തായാലും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ഇൻസ്റ്റാഗ്രാം ഡയറക്റ്റ്ലി കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാം കേട്ടോ. എന്നോട് കുറച്ച് പേര് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ മെസ്സേജായിട്ട് പേഴ്സണൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അറിയാത്തവർ ചോദിക്കേണ്ട അവർക്ക് ഞാൻ റിപ്ലൈയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ജോബ് അവിടെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. സത്യം പറയുകയാണെങ്കിൽ എളുപ്പമൊന്നുമല്ല ജോബ് അവിടെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ഫ്രഷർ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കിട്ടണ ജോലിക്ക് പോവുക, എന്നിട്ട് അതിൽ നിന്നൊരു എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം നമുക്ക് വേറെ നമുക്ക് പറ്റിയിട്ടുള്ള ജോബ് നോക്കാം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് പറയുകയും ചെയ്യാം. പിന്നെ നമുക്കത് മാത്രമല്ല അവിടെ വർക്ക് ചെയ്തിട്ടുള്ള അവരുടെ വർക്ക് കൾച്ചറും കാര്യങ്ങളും പിന്നെ അവിടുത്തെ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ നമുക്കൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്കത് മനസ്സിലാവും. അതവിടെ ജോബ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ ഡ്രസ്സിനെ കുറിച്ചിട്ടും നൈസ് കളക്ഷനാണ്, അതിനെ കുറിച്ചിട്ടും എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എല്ലാം കൊണ്ടും. പിന്നെന്താ പറയുക, പിന്നെ ഹാക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കുറേ പേര് കമൻസ് ഇട്ടുണ്ട് നല്ല രീതിയിൽ. ചേച്ചിയുടെ സൗണ്ട് എനിക്കിഷ്ടമാണ്, ചേച്ചിയുടെ വീഡിയോസ് ഇഷ്ടമാണ്, ചേച്ചിയുടെ ന്യൂ സബ്സ്ക്രൈബേഴ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ എന്തിനും പോസിറ്റീവ് ഉള്ള പോലെ നെഗറ്റീവ് ഉണ്ട്. കുറേ പേരൊന്നും ഞാൻ പറയണില്ല, കുറച്ച് പേർക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ട്. ഞാൻ ചിലവരോടൊക്കെ ഞാൻ റിപ്ലൈ ചെയ്ത് വളരെ മാന്യമായിട്ട് ഞാൻ ഇതാക്കാറുണ്ട്. ചിലവരോട് ഞാനൊന്നും റിപ്ലൈ പറയാറില്ല. ചിലവരുടെ എന്താ പറയുക, ഒരാൾ കമൻറ്റ് ഇട്ടൊക്കെയാണ് ഞാൻ എന്തോ ഭയങ്കരമായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ എനിക്കെന്തോ ഒരു പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ യൂട്യൂബിൽ അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ കുറേ കിട്ടണമെന്ന് വിചാരിക്കുക. നിങ്ങൾക്കും ചെയ്യാം. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്കും ഇതുപോലെ വീഡിയോസ് ചെയ്യാം. അല്ലാണ്ട് മറ്റുള്ളവർ കുറേ പൈസ ഉണ്ടാക്കണു, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കോടിക്കണക്കിന് രൂപയൊന്നും ഉണ്ടാക്കണമെന്നല്ല യൂട്യൂബിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തിനാണ് മറ്റുള്ളവരിപ്പോൾ അവർ എന്ത് ചെയ്താൽ തന്നെ അതിനൊരു എഫേർട്ടും കാര്യങ്ങളും ഉണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒരു കുട്ടീൻ്റെ ഇപ്പോൾ പ്രഗ്നൻറ്റും ആണ്. അപ്പോൾ അച്ഛനും അമ്മയോടും സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുകയാണ്, ഈ കുട്ടിയുള്ളത് കൊണ്ടൊക്കെ. അപ്പോൾ എന്താ പറയുക, എന്തിനാണ് നിങ്ങളിപ്പോൾ മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെട്ടിട്ട് എന്താണ് കാര്യം? നിങ്ങളും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ നോക്കും, നിങ്ങൾക്കത് കയറുണ്ടോ. ആദ്യം ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 10 സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ടൈമിൽ ഒരു 10 സബ് കയറാൻ വേണ്ടിയിട്ട് കൊതിച്ചിരിക്കണ ഒരു ടൈം ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ വരാണ്. ഈ കോപ്പിറൈറ്റിൻ്റെ കാര്യം അറിയില്ല, ഒരു തേങ്ങ അറിയില്ല, യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ല. ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ കാണും, യൂട്യൂബിൽ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ. അതും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല മുന്നൊന്നും കാണാൻ.
പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇരുന്ന് കണ്ട് എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാന്ന് അങ്ങനെ വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യാൻ. അങ്ങനെ ജസ്റ്റ് ഞാൻ ഇപ്പോഴും മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ഒരു വീഡിയോ ഒരു വാട്ട് 18 ഡേ ആണ് ചെയ്തേക്കണേ. ഫേസ് ഒന്നും അധികം കാട്ടിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോർമൽ വീഡിയോ ചെയ്തപ്പോൾ അതിന് അന്ന് എനിക്ക് 2.1K അത്ര കിട്ടി ഫസ്റ്റ് വീഡിയോയ്ക്ക്. അന്ന് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ അന്ന് 2.1K വ്യൂസ് കിട്ടിയത് കൊണ്ട് ഞാൻ ഡ്രസ്സ് പ്രോപ്പർ ആയിട്ടില്ല കേട്ടോ, അപ്പോൾ അതാണ് ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതിനെ കുറിച്ചിട്ട്. ഇതിപ്പോൾ വ്യൂ ചിലതിൽ കയറില്ല, ചിലതിൽ കയറും, ചിലപ്പോൾ 1, 2, 3 വ്യൂസിലൊക്കെ സ്റ്റക്കായി കിടക്കണ പല വീഡിയോസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്നും അറിയില്ല, നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിട്ടില്ല. നമ്മൾ തന്നെ സ്വയം ഓരോ കാര്യങ്ങൾ യൂട്യൂബിൽ നോക്കി അത്യാവശ്യം പൈസ എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കണമെന്നുള്ളൊരു ഐഡിയ മനസ്സിലായി. ആദ്യം നമുക്ക് പൈസ ഉണ്ടാക്കണം നല്ല ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ നിന്ന് ഇൻകം കിട്ടുമെന്നൊക്കെ നമുക്കിങ്ങനെ മനസ്സിലായപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ടാർഗറ്റ് ചെയ്തു. അതായത് 1K സബ് വേണം, 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആവണം, അല്ലെങ്കിൽ നമ്മൾ 10 മില്യൺ വ്യൂസ് 3 മന്ത്സിനുള്ളിൽ കിട്ടണം. അങ്ങനെ എന്തൊക്കെയായിരുന്നു ക്രൈറ്റീരിയ. പിന്നെ അതിന് വേണ്ടിയിട്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. വെറുതെ ഇരുന്നിട്ടല്ല എൻ്റെ ഇപ്പോൾ ചാനൽ ഇപ്പോൾ ഇത്രയും കിട്ടിയത്. ഇപ്പോൾ ഒരു 100 സബ് അല്ലെങ്കിൽ ഒരു 50 സബ്സ്ക്രൈബേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർഡ് വർക്ക് വേണം, അല്ലെങ്കിൽ നമുക്ക് ലക്ക് ഭയങ്കര ലക്കായിട്ട് വേണം. എനിക്കിപ്പോൾ ഇത്രയും കിട്ടിയത് ഞാൻ എന്താ പറയുക ഓർഗാനിക്കായിട്ട് കിട്ടിയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ്. ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോസ് ഞാനിപ്പോൾ നെയിം ചാലഞ്ച് ചെയ്യുകയാണെങ്കിലും അതിനൊരു കഷ്ടപ്പാടുണ്ട്. ഞാൻ വന്ന് ക്യാമറ ഓൺ ചെയ്ത് ഞാൻ വോയിസ് കൊടുത്ത് അതിനും അതിൻ്റേതായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഞാനിപ്പോൾ വെറുതെ ഒരു ദിവസം വന്നിട്ട് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂസോ പെട്ടെന്ന് കിട്ടിയതല്ല. ഞാനെപ്പോഴും എൻ്റെ മൈൻഡിൽ എപ്പോഴും ഇങ്ങനെ വ്യൂസ് ചില സമയത്ത് ഇങ്ങനെ കുറേ ഇരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും എൻ്റെ മൈൻഡിൽ ഉണ്ടാവാറുണ്ട് ഞാൻ എപ്പോഴെങ്കിലും ഒരു ദിവസം ഞാൻ ഇന്ന രീതിയിൽ എത്തും. എനിക്ക് അപ്പോഴേ മൈൻഡിൽ എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു. എന്നെ കളിയാക്കിയവർക്കോ അല്ലെങ്കിൽ എന്നെ ഇതാക്കിയവർക്കൊക്കെ മുന്നിൽ ഞാൻ ഒരു ദിവസം കാട്ടി കൊടുക്കും, ഒരു ദിവസം വരുമെന്ന് എനിക്കിങ്ങനെ മൈൻഡിലുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ വലിയ ഇപ്പോൾ 1 lakh സബൊന്നും ആയിട്ടില്ല. എന്നാലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു കാര്യം നേടുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി അതിനെ എന്താ പറയുക ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അപ്പോൾ അതാ ചെയ്യണം, എനിക്ക് ഇഷ്ടമാണ്. ഇതിപ്പോൾ നാളെ ചിലപ്പോൾ ഒന്നും ആവില്ല, ഒന്നും വരില്ല, ബട്ട് ഞാൻ കീപ്പ് ഓൺ ട്രൈ ചെയ്യും. ട്രൈ ചെയ്താൽ നമുക്ക് എന്താ പറയുക ഒന്നില്ലെങ്കിൽ എന്താ പറയുക ഒന്നും വ്യൂസ് ഒന്നും കിട്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടും. ഒന്നും ചെയ്യാണ്ടിരുന്നാൽ ഒന്നും കിട്ടിയില്ല, 0 റിസൾട്ട് ആയിരിക്കും അല്ലേ. ഞാൻ എന്താണെന്ന് വെച്ചാൽ എന്തായാലും ട്രൈ ചെയ്യാം, നമുക്ക് നോക്കാം. ഇതിപ്പോൾ വർക്ക് ആവില്ലേ വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്യണേ. അപ്പം നിങ്ങളൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കണവർ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ എല്ലാം പറഞ്ഞുതരാം കേട്ടോ. എനിക്കങ്ങനെ അവർ നന്നാവരുത് ഇവർ നന്നാവരുതെന്ന് അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ട് നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഇൻകമൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ നോക്കുക. ഒരാളുടെ അടുത്തുനിന്നോ മറ്റൊരാളുടെ അടുത്തുനിന്നോ ചോദിക്കാൻ നിൽക്കാണ്ട് നമുക്ക് നമ്മളുടെ രീതിയിൽ നല്ല രീതിയിൽ, അല്ലാണ്ട് വേറെ മോശമായിട്ടുള്ള രീതിയിൽ ഓരോ വീഡിയോ ചെയ്തിട്ടല്ല ഞാൻ പറയണത്. നല്ല രീതിയിൽ നമുക്ക് പറ്റണ രീതിയിൽ നമ്മൾ ഇൻകമൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗീവ് അവേ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് താല്പര്യവും കാര്യങ്ങളും എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒട്ടും ഇനി വെറുപ്പിക്കണില്ല, ലെങ്തി വീഡിയോ ഒന്നും ആക്കണില്ല. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.